നമുക്ക് നേരെ ഇനി മഴയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിലേക്ക് പോകും. കാരണം പത്തനംതിട്ടയിൽ ഭയങ്കര മഴയാണ്, കനത്ത മഴ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലൊക്കെ വെള്ളക്കെട്ടിനെ തുടർന്ന് KSRTC ബസ് സർവീസുകൾ അടക്കം നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. കനത്ത മഴയിൽ തിരുവല്ല ഉത്രമേൽ ക്ഷേത്രത്തിലെ ആൽമരം കടപുഴകി വീണു. ഭയങ്കരമായ മഴക്കെടുതികളും മഴയും ഒക്കെ പത്തനംതിട്ടയിലുണ്ട്. ശ്രീരാജ് ബാബുവിന്റെ വിവരങ്ങളുമായിട്ട്. ശ്രീരാജെ, ഈ ഗതാഗതം നിർത്തിവെക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു അല്ലേ? തീർച്ചയായും ചെയ്തു. അങ്ങനെ തന്നെയാണ്. കനത്ത മഴയാണ് ജില്ലയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുന്നത് കനത്ത മഴയാണ്. തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാത പൂർണ്ണമായും വാഹന ഗതാഗതം നിലച്ച അവസ്ഥയാണ് നിലവിലുള്ളത്. KSRTC ബസ് സർവീസുകളടക്കം നിലവിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ എടത്വ വരെയും അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ നിന്നും എടത്വ വരെയും തിരുവല്ലയിൽ നിന്ന് പൊടിയാടി വരെയും മാത്രമാണ് ബസ് സർവീസ് ഉള്ളത്. മറ്റ് ബാക്കി ഇടങ്ങളിലേക്കൊന്നും തന്നെ വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. ഈ മേഖല അല്ലെങ്കിൽ ഈ പാത എന്ന് പറയുമ്പോൾ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കാര്യമായി പൊങ്ങുന്ന സ്ഥലം തന്നെയാണ്. ചെറിയ മഴ പെയ്താൽ തന്നെ വെള്ളം കയറുന്ന പ്രദേശം തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ കനത്ത വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. ആ പ്രദേശത്തെ ആകെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് പ്രദേശമാകെ. നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞതുപോലെ ഈ മണിമലയാർ കരകവിഞ്ഞൊഴുകിയതാണ് ഇത്തരത്തിൽ തിരുവല്ല ഭാഗങ്ങളിൽ കനത്ത രീതിയിൽ വെള്ളക്കെട്ടുണ്ടാകാനായി അതിൻ്റെ കാരണമായി പറയുന്നത്. മണിമലയാർ കരകവിഞ്ഞൊഴുകി കഴിഞ്ഞ രാത്രിയിൽ തന്നെ വീടുകളിലേക്കും അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളിലേക്കും എത്തിയിരുന്നു. തുടർന്ന് ഇന്ന് തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയിലേക്കും ഇത്തരത്തിൽ വെള്ളം എത്തിയിരിക്കുകയാണ്. പൊടിയാടി വരെ മാത്രമാണ് നിലവിൽ ബസ് സർവീസ് ഉള്ളത്. അതുപോലെ തന്നെ ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകുന്നതും ജില്ലയിൽ അങ്ങനെയുള്ള സംഭവം പല ഭാഗങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. തിരുവല്ല, പന്തളം, കോന്നി, റാന്നി, അയിരൂർ, കോഴഞ്ചേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും വീശിയടിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി മരങ്ങൾ കടപുഴകി വീണ് വലിയ നാശനഷ്ടം സംഭവിക്കുന്നുണ്ട്. വീടുകൾ തകരുന്ന സാഹചര്യമുണ്ടായി. ഇന്നലെയും കോന്നി കൊന്നപ്പാറയിലടക്കം വീട് തകരുന്ന സാഹചര്യമുണ്ടായി കനത്ത മഴയിൽ. അതുപോലെ തന്നെ KSCBക്കും കനത്ത നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ നാശനഷ്ടമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പത്തനംതിട്ട ജില്ലയിൽ മാത്രം KSCB വിലയിരുത്തുന്നത്. അതിൽ കഴിഞ്ഞ റാന്നിയിൽ മരമൊടിഞ്ഞു വീണ് മരങ്ങൾ കടപുഴകി വീണ് ഒറ്റ സമയം തന്നെ 6 വൈദ്യുതി പോസ്റ്റുകളായിരുന്നു തകരുന്ന സാഹചര്യമുണ്ടായത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോന്നി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പന്തളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സമാനമായ രീതിയിൽ കാറ്റ് വീശിയടിച്ച് മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റുകൾക്ക് കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുണ്ടോ. ഈ പ്രദേശമാകെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അത് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടി KSCB അധികൃതർ സ്വീകരിച്ചു വരുന്നു. എന്തായാലും ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. പ്രധാനപ്പെട്ട നദികളായ അച്ചൻകോവിലാറ്, പമ്പയാറ്, കക്കാട്ടാറ് അതുപോലെ തന്നെ മണിമലയാറിലെല്ലാം ജലനിരപ്പ് കാര്യമായി ഉയരുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മൂഴിയാർ ഡാമിലെയും ജലനിരപ്പ് കാര്യമായി ഉയരുന്ന സാഹചര്യമുണ്ട്. ജലനിരപ്പ് ഇനിയും ഉയർന്നു കഴിഞ്ഞാൽ മൂഴിയാർ ഡാമിൻ്റെ ഷട്ടർ തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തും. അതുകൊണ്ട് തന്നെ തീരത്ത് താമസിക്കുന്ന കക്കാട്ടാറിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് കനത്ത പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. 192.63 മൂഴിയാർ ഡാമിൻ്റെ പരമാവധി ജലസംഭരണിക്കാൻ പറ്റുന്ന ശേഷി 192.63 ലിറ്ററാണ്. ഏകദേശം അതിനോട് അടുത്തെത്തുമ്പോൾ തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ഷട്ടർ തുറക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാനമായ സാഹചര്യമാണ് നിലവിൽ ഇപ്പോഴും ഉള്ളത്. എന്തായാലും പത്തനംതിട്ട ജില്ലയിൽ മഴ കനക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ സമാനമായ രീതിയിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സേതു.